ആൻറ്റിയും ഗണപതിയെങ്കിലും എങ്ങനെയാ കല്യാണം കഴിച്ചത്? ഗണപതിയെങ്കിലും ആൻറ്റിയും എങ്ങനെയാ കല്യാണം കഴിച്ചതെന്ന് നോക്ക്, ദേഹണ്ണക്കാരനെ പോലെ വെണ്ടയ്ക്ക കട്ട് ചെയ്യുന്നുണ്ടല്ലോ, അയാളോട് ചോദിക്ക്. എങ്ങനെയാ അങ്കിൾ ബഡി ആന്റിയെ വെട്ടിലാക്കിയത്? നാണിക്കൊന്നും വേണ്ട ഗണപതി. ഞാൻ ജോലി കിട്ടി വന്നതാ. എനിക്കാണെങ്കിൽ ഇവിടുത്തെ ഭാഷ തീരെ വശമില്ലായിരുന്നു. അപ്പം ഷൺമുഖാനന്ദ സഭയിൽ ഭവാനിയുടെ കച്ചേരി. അന്ന് നിനക്കൊരു 20 വയസ്സുണ്ടാവുമോ? 19. അസലായിട്ട് പാടും. പണ്ട് ഞാൻ കാണാൻ എങ്ങനെയായിരുന്നു അതുകൂടി പറയേ. സ്റ്റാർ, വലിയ സ്റ്റാർ. ഇയാളുടെ എല്ലാ കച്ചേരിക്കും പോകുമായിരുന്നു. ചേട്ടന്റെ വീട്ടിൽ പട്ടിക്ക് പേ പിടിച്ചു. സുരേന്ദ്രൻ എന്നൊരു ഫ്രണ്ട്, അവനും എൻ്റെ കൂടെ വരുമായിരുന്നു. വലിയ ഡോക്ടറാ, പക്ഷെ സംഗീതം വശമില്ല. ഭവാനിയെ വീഴ്ത്താനാ വന്നിരുന്നത്. ആഹാ, നിങ്ങൾ കണ്ണും പൂട്ടി പാട്ട് കേൾക്കായിരുന്നോ ഗണപതി? സുരേന്ദ്രൻ ഭവാനിക്കൊരു കത്തെഴുതി. ലവ് ലെറ്റർ? അവൻ ആ കത്ത് നേരിട്ട് ഇയാളുടെ കൈ കൊടുക്കാൻ ഒരു മടി. എൻ്റെ കൈ തന്നിട്ട് കൊടുക്കാൻ പറഞ്ഞു. ഞാൻ അതുകൊണ്ട് കൊടുത്തു. എന്നാൽ ആ മണ്ടൻ സുരേന്ദ്രൻ ആ കത്തിൽ അവൻ്റെ ഒപ്പിടാൻ മറന്നു. ഞാൻ എന്താ കരുതുക, ഗണപതി അങ്കിളാണ് ആ കത്ത് തന്നെന്ന്? പിന്നല്ലാതെ. കാണാൻ ഡാർക്കാണെങ്കിലും ഹാൻസം ആയിരുന്നു. ഒരു ദിവസം പെട്ടെന്ന് എന്നെയും കൂട്ടി ആ കത്തുകളൊക്കെ എടുത്ത് ഇയാളുടെ അച്ഛൻ്റെ മുന്നിൽ കൊണ്ടു നിർത്തി. 3-ാം മാസത്തിൽ കല്യാണം, നാട്ടിൽ വെച്ച് തന്നെ. ചേർന്ന് നിൽക്കും ബഡീസ്. ലൈഫിൽ എപ്പോഴും സെക്കൻഡ് ചാൻസ് കിട്ടില്ല. കിട്ടിയ ഉടനെ പിടിച്ചോണം. സ്മൈൽ ബഡീസ്, സ്മൈൽ. You have to tell him something, man. He's been doing this for such a long time now. It's so So what? Give him a chance. What's നീ എന്താ ഇവിടെ? ഈ ട്രെയിൻ എങ്ങോട്ടാ പോകുന്നേ? അഹമ്മദാബാദ് അല്ലേ? എന്തിനാ? സൈറ്റ് സീയിങ്. കൊള്ളാലോ. ഇതെന്താ നിന്റെ സ്ഥിര ഹോബിയാണോ? സൈറ്റ് സീയിങ് പോകുന്നതോ? പെൺപിള്ളേരുടെ പുറകെ നടക്കുന്നത്. കൊച്ചിലേ തൊട്ട്. അങ്ങനെയാണോ? എത്ര എണ്ണമായി? കണക്കൊന്നും വെച്ചിട്ടില്ല. ചുമ്മാ പറയൂ. പെണ്ണിനെ ഒന്ന് തൊട്ടിട്ട് പോലും ഉണ്ടാവില്ല. അതും ശരിയായിരിക്കാം. ടിക്കറ്റ് എങ്ങനെ കിട്ടിയത്? ടിക്കറ്റ് എടുത്തിട്ടില്ല, സമയമില്ല. പിടിച്ചാലോടാ? പിടിച്ച പിടിയിലായി. ശരി വാ. ഏയ്, ഇവിടെ നിൽക്ക. അവരെല്ലാരും ഇവിടെ വെയിറ്റ് ചെയ്യാം. എന്തിന്? വന്ന് അന്വേഷിക്കും അവര്. അന്വേഷിക്കട്ടെ. ശരി, അന്വേഷിക്കട്ടെ. مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم مولاي صل وسلم دائما ابدا على حبيبك خير الخلق كلهم محمد So, sir, tell me about the light in this building. This is half buried in the ground. And the idea was that we should have only limited light with punctures so that the sunlight, when it comes, it moves. Sun moves. So the building and the space starts moving. Space that you make, volume that you make, the levels that you create, the layers that you build. I think all these things come into making of an architecture.
ഇത്ര നേരം എന്തു പറയായിരുന്നു അപ്പൂപ്പൻ? അതാണ് ബാലകൃഷ്ണ ദോഷി. ഓ, അതാരാണാവോ? എന്റെ ഗുരുവാ. എന്തു പറയുന്നു നമ്മുടെ ഗുരു? ഈ വീഡിയോ ഗെയിം ഡിസൈൻ ചെയ്യുന്നവരൊന്നും വിശ്വസിക്കണ്ടെന്ന് പറഞ്ഞു. ഇവിടെ എൻ്റെ അച്ഛൻ ദിവസവും വരുമായിരുന്നു. അയ്യോ, ഇപ്പോഴെങ്ങാനും വരുമോ? തല്ലുണ്ടാക്കോ? എന്നെ പെടുത്തിക്കളയരുത്. ഇനി വരില്ല, ഒരിക്കലും. എങ്ങനെ? പോകണമെന്ന് അച്ഛൻ തീരുമാനം എടുത്തു. പോയി. അമ്മ കോയമ്പത്തൂരിലുണ്ട്. എന്തു പറ്റി? ഡിവോഴ്സ്. എന്നും വഴക്ക്, ചിലപ്പോൾ കയ്യേറ്റം, കോർട്ട് കേസ്. ഏഴ് വയസ്സുള്ള കുട്ടിയോട് ചോദിച്ചു, നിനക്ക് അച്ഛൻ്റെ കൂടെ പോകണോ അമ്മയുടെ കൂടെയാണോ പോകേണ്ടതെന്ന്. രണ്ടുപേരും വേണ്ട എനിക്ക്. അപ്പോഴേ ഞാൻ തീരുമാനം എടുത്തു, ഞാൻ കല്യാണം കഴിക്കില്ലെന്ന്. ട്രെയിനിനുള്ള സമയമില്ലേ? ഇനി എന്താ ചെയ്യാ? എന്താ ചെയ്യാ? രാവിലെ 8 മണിക്കാ ബസ്. അടുത്തൊരു ലോഡ്ജുണ്ട്. രണ്ടുപേരോ? അതെ. ഒരേ മുറിയിലോ? ചേച്ചേ, ഒരു റൂമേ ഉള്ളൂ. ഒരേ മുറിയിൽ താമസിച്ച് നിനക്ക് നല്ല പയ്യനാണെന്ന് പ്രൂവ് ചെയ്യാൻ പറ്റുമോ? സത്യമായിട്ടും പറ്റില്ല. ഞാൻ ബാൽക്കണി കിടന്നോളാം. നീ അടുത്തുള്ളപ്പോൾ എനിക്ക് നല്ല കുട്ടിയായിട്ട് ബിഹേവ് ചെയ്യാൻ പറ്റുമോ? പറ്റുമോ? പറ്റും. ഇതിനാണോ ഈ ബിൽഡപ്പ്? നല്ല സിനിമയ്ക്ക് ബോർ ക്ലൈമാക്സ്. ലോഡ്ജ് എവിടെയാ?